ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളായി നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടല്ലേ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൈക്ക് പോയത് കൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒന്ന് ഇരുന്ന് വർത്താനം പറയാൻ വീഡിയോ എടുക്കാനെല്ലാം എന്തോ ഭയങ്കര മടി പോലെയാണ്. കാരണം ഇത് എഡിറ്റ് ചെയ്യലെന്ന് പറയുന്നത് ബമ്പൻ ടാസ്ക്കാണ്, അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പം ഞാൻ അധികം നീട്ടിപ്പിക്കുന്നില്ല. നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ കഴിച്ച ഫുഡ് ഐറ്റംസ് എന്നുള്ളതാണ് വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി കുറേ നാളായി ഈ സംഭവങ്ങൾ ഇങ്ങനെ കണ്ടൻറ്റ് പറയാനുള്ളതൊക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ട്, പക്ഷേ ആ ബുക്ക് ഞാൻ എഴുതിയ കൊണ്ടുപോയി കളഞ്ഞ്. പിന്നെ തപ്പി നോക്കാൻ നിന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം തന്നെ റെക്കോർഡിൻ്റെ അമ്മേൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എല്ലാം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ റൂമിലേക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ പുറത്ത് പല അപശബ്ദങ്ങളും കേൾക്കും, കാരണം അതൊക്കെ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ പ്രഗ്നൻസി സ്റ്റോറി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിൻ്റെ ഒരു 3-4 ദിവസത്തിന് ശേഷം മുതലേ തന്നെ എനിക്ക് നല്ല ഭീകരമായ ഛർദി തുടങ്ങിയിട്ടുണ്ടായിനെ. രാവിലെ എണീക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു ഞാൻ ഒരു 3-4 മാസത്തോളം ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് കിച്ച് കിച്ചുണ്ട് തൊണ്ടക്ക്, അപ്പം അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഓക്കെ. അപ്പോൾ എന്താ പറയുക, പ്രഗ്നൻ്റ് എന്ന് അറിഞ്ഞ സമയത്ത് തന്നെ നിന്നേട്ടൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ ഫ്രിഡ്ജ് നിറച്ചും നമ്മളെ എന്താ പറയണ്ടേ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുപ്പി പാല് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതെല്ലാം കാണുമ്പോൾ എനിക്കിങ്ങനെ ദേഷ്യം വരുമായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഓരോരുത്തരുടെ പ്രഗ്നൻസിയും അത്രമേൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ പോലെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം. കാരണം ഞാൻ ആ സമയത്ത് ഖത്തറിലായതുകൊണ്ട് വേറെ ആരും പറഞ്ഞു തരാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ യൂട്യൂബിൽ പലരെയും വീഡിയോ കണ്ടിട്ടാണ് ഞാനും മനസ്സിലാക്കിയത്. അപ്പോൾ തന്നെ മനസ്സിലായി പലർക്കും പല പല എക്സ്പീരിയൻസ് ആണെന്ന്. അപ്പം എൻ്റേതായ എന്താ പറയുക, എനിക്ക് തോന്നുന്ന ഫീലിങ്സ് ഉള്ളവരുണ്ട്, എന്നാൽ അതൊന്നും ഇല്ലാണ്ട് പ്രഗ്നൻസി കഴിച്ചു കൂട്ടി സുഖകരമായി മുന്നോട്ട് പോകുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റേതെന്ന് പറഞ്ഞാൽ ഒരു 4 മാസത്തോളം ഭയങ്കര റിസ്ക് ആയിരുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ. എൻ്റെ വെയിറ്റ് കുറഞ്ഞു വരുവാണ് കേട്ടോ ചെയ്തത്. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് കഴിക്കാൻ തോന്നിയത് എന്തൊക്കെയാണെന്നാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പം ആ ഒരു സമയത്ത് എന്താ പറയണ്ടേ, ഫസ്റ്റ് തന്നെ പിന്നെ എനിക്ക് ഈ രാവിലെ പല്ലേക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഞാൻ പല്ല് തേക്കുന്നതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്ത്, നമ്മളെ കട്ടൻ ചായ ഇല്ലേ, അത് കുടിക്കാൻ തുടങ്ങി. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു കട്ടൻ ചായ. പക്ഷെ ആ സമയത്ത് ഞാൻ രാവിലെ കട്ടൻ ചായ കുടിച്ചു തുടങ്ങി. എന്നിട്ട് രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുന്നേ എനിക്ക് കട്ടൻ ചായ ആക്കി വെച്ചിട്ട് പോകും. പിന്നെ എനിക്ക് സാധാ വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ ഞാൻ കുടിച്ചത് നമ്മളെ നാരങ്ങ വെള്ളമാണ്. നാരങ്ങ വെള്ളം ഉപ്പിട്ടിട്ട് അത് മാത്രം. അപ്പം എൻ്റെ ഈ നാരങ്ങ വെള്ളം കൂടി കണ്ടിട്ട് മൊത്തം ഡീഹൈഡ്രേറ്റ് ആവുമായിരുന്നു. അതായത് ബോഡി ഫുള്ള് നമ്മൾ ഈ തോലിങ്ങനെ പൊളിഞ്ഞ് വരൂലേ, വെള്ള പൊടി പൊടി പോലെ, അതുപോലെ ആവുമായിരുന്നു. എൻ്റെ കാലൊന്നും കാണാനേ കൊള്ളൂലാത്ത അവസ്ഥയായിരുന്നു ആ ടൈമിൽ. മൊത്തം ഇങ്ങനെ തോല് പൊളിയുണ്ട്. അപ്പം ഡോക്ടറോട് ചോദിച്ചപ്പോൾ എന്നിട്ടാണ് ഡോക്ടറോട് ചോദിച്ചത്, പിന്നെ ഇവൾ ഫുഡ് കഴിക്കുന്നില്ല, ആകെ കുടിക്കുന്നത് നാരങ്ങ വെള്ളമാണ്, എന്താ ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞത്. കാരണം നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ എനിക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് നമുക്ക് കുടിക്കാൻ പറ്റുമോ, അസിഡിറ്റി ആവുമോ, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ ആ സമയത്ത് എന്നോട് പറഞ്ഞത് ഓൾക്ക് ഇഷ്ടമുള്ളത് ഓൾ കുടിച്ചോട്ടെ എന്നാണ് കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. അങ്ങനെ ഞാൻ നാരങ്ങ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുടിക്കുന്നതേ ഉള്ളൂ, സ്പോട്ടിൽ ഛർദ്ദിക്കും. പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, നമ്മളെല്ലാം ഇങ്ങനെ കുടിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഛർദ്ദിക്കാന്നുള്ളത്, അല്ലെങ്കിൽ ഒരു നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഛർദ്ദിക്കാന്നുള്ളത്. പക്ഷെ എനിക്ക് അങ്ങനെയായിരുന്നില്ല. എന്ത് വായിൽ വെക്കുന്നോ അത് ഇവിടെ എത്തുമ്പോഴേക്കും അതേ സ്പോട്ടിൽ പുറത്തേക്കും വരും കേട്ടോ. അപ്പോൾ രാവിലത്തെ എൻ്റെ ഒരു 4 മാസം വരെ എന്ന് പറഞ്ഞ പോലെ ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത് കട്ടൻ ചായയും, അല്ലെങ്കിൽ കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് അങ്ങനെയാണ്. കുടിക്കും ഛർദ്ദിക്കും, കുടിക്കും ഛർദ്ദിക്കും, ഇത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഛർദ്ദി നല്ലതുപോലെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുന്ന് ഈ തൊണ്ടേൻ്റെ ഈ കുഴലും ഈ സംഭവം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തീ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടാവില്ലേ, അതുപോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ എനിക്ക് കുടിക്കാൻ തോന്നുന്നത് ഫുള്ള് തണുത്ത വെള്ളം, നല്ല തണുത്ത ജ്യൂസ്, തണുത്ത ഷേക്ക്, ഇതൊക്കെയായിരുന്നു കേട്ടോ. അതും എല്ലാം ഒന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ നമ്മളെ ഷേക്കുകൾ വാങ്ങിയിട്ട് അടിച്ചിട്ട് കുടിക്കാൻ തുടങ്ങിയത്. അടിച്ചു കുടിക്കുന്നില്ല, അധികം ആ സമയത്ത് അവിടെ നിന്നാണ് എനിക്ക് വാങ്ങിത്തരത്ത് തന്നെ. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഓർഡർ എടുക്കും, എന്നിട്ട് എന്ന് വരുമ്പോൾ ഇത് വാങ്ങണം, മൂപ്പർ വാങ്ങിയിട്ട് വരും, ഞാൻ കുടിക്കും, ഛർദ്ദിക്കും. അപ്പം തന്നെ എൻ്റെ ഛർദ്ദി കാണുമ്പോൾ നിന്നിട്ടും പറയും, ഞാൻ എന്തിനാ എനിക്കിത് വാങ്ങി തന്നത്. അപ്പോൾ അതൊക്കെ നല്ല നല്ല ഇപ്പോഴത്തെ ഒരു മെമ്മറീസ് ആയിട്ട് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ മനസ്സിൽ.
ഓക്കെ. അപ്പോൾ നമ്മളെ അവക്കാഡോൻ്റെ ഷെയ്ക്കെല്ലാം ഞാൻ ആ ഒരു ഒരു മാസം 2 മാസം ആകുമ്പം തന്നെ കുടിച്ച് തുടങ്ങിയിട്ടുണ്ടായിന്. ഈ പറഞ്ഞ പോലെ ഛർദ്ദിക്കുക കുടിക്കുക, ഛർദ്ദിക്കുക കുടിക്കുക, ഇത് തന്നെ കേട്ടോ. പിന്നെ ആ സമയത്ത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഫുഡ് റൂട്ടീന് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടർ തരുന്ന ഫുഡ് സപ്ലിമെൻറ്റ്സ് സംഭവങ്ങളെല്ലാം നമ്മൾ കഴിക്കുമല്ലോ അങ്ങനെ. അപ്പം ഇത് ഗുളിക കുടിക്കൽ എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലുന്നതിന് സമാനം. അപ്പോൾ ഈ ഗുളിക കുടിക്കുമ്പം എനിക്ക് മുട്ടായി നിർബന്ധമായിരുന്നു കേട്ടോ. അപ്പം ഡയറി മിൽക്കും ചോക്ലേറ്റ്സൊക്കെ അത്ര ഇഷ്ടമുള്ള ഞാൻ പിന്നെ ഡയറി മിൽക്കെല്ലാം കാണുമ്പം ഛർദ്ദിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ കഴിച്ചു തുടങ്ങിയത് നമ്മൾ മിൽക്കി ബാറാണ്. അതായത് ഈ 5 രൂപേൻ്റെ ആ ഒരു വലിയ മിൽക്കി ബാറില്ലേ അത്. അപ്പം അത് വാങ്ങിയിട്ട് ഗുളിക കുടിക്കും, സ്പോട്ടിൽ തന്നെ ഞാൻ മുട്ടായും തിന്നും. അങ്ങനെയായിരുന്നു ഞാൻ ഗുളികയും കുടിച്ചിരുന്നത്. ഭാഗ്യത്തിന് ഷുഗറും കാര്യങ്ങളൊന്നും പ്രഗ്നൻസിയിൽ വന്നിട്ടില്ല. അപ്പോൾ 4 മാസത്തോളം ഈ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഉച്ചക്കെല്ലാം ഞാൻ ആ സമയത്ത് എനിക്ക് ചോറൊന്നും തീരെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ചോറ് കറികൾ അതൊന്നും എനിക്ക് വേണ്ടായിരുന്നു. പകരം എനിക്ക് വേണ്ടിയിരുന്നത് നമ്മളെ പുഴുങ്ങിയ സാധനങ്ങളില്ലേ, കടലപ്പുഴുക്ക്, ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്ക്, ഇതൊക്കെയായിരുന്നു എനിക്കിഷ്ടം കേട്ടോ. അപ്പം ഖത്തറിലുള്ള സമയത്ത് ഞാൻ എന്നോട് ഇങ്ങനെ പറയായിരുന്നു പിന്നെ എനിക്ക് പുഴുക്ക് വേണം, പുഴുക്ക് വേണം, പുഴുക്ക് വേണം. പിന്നെ അതുപോലെ നമ്മളെ മുതിരയില്ല, അതിനെല്ലാം പോയിട്ട് നിന്നിട്ട് ഏതെല്ലോ കടകളെല്ലാം കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാനും കൂടെ പോയി. എന്നിട്ട് നമുക്ക് അവിടുത്തെ ഏതോ ഒരു ഇതുണ്ട് സൂപ്പർ മാർക്കറ്റ്, അവിടെ നിന്ന് എങ്ങാനും നമ്മൾ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ടതാക്കി ഇതിൻ്റെ വേവൊന്നും എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. അങ്ങനെ എന്നിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ട് വേവിയൊന്നുമില്ല, മുഖത്തിങ്ങനെ തുണിയെല്ലാം ഇട്ട് കെട്ടിയിട്ട് കഴിച്ചതെല്ലാം ഞാൻ ഓർത്ത് പോകാൻ കേട്ടോ ഇപ്പം. പിന്നെ ഐസ്ക്രീം ഞാൻ തിന്നിരുന്നു ആ സമയത്ത്. അന്നേരം ഒന്നും എനിക്ക് ഈ ജലദോഷം കാര്യങ്ങൾ തൊണ്ടവേദന ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതെന്തോ ഒരു ഭാഗ്യമായിരുന്നു. ഓക്കെ. പിന്നെ ഒരു 4 മാസത്തോളം തന്നെ ഇങ്ങനത്തെ അല്ലറ പുഴുക്ക് കാര്യങ്ങൾ, പിന്നെ ചോറെല്ലാം പേരിലെല്ലാം തിന്നാലായി അങ്ങനെയായിരുന്നു കേട്ടോ. എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ ഫ്രൂട്ട്സ് ഒന്നും തീരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് കാണുന്നവർ വിചാരിക്കും അയ്യോ ഇതെന്താ സംഭവം എന്ന്. ഞാൻ പറഞ്ഞില്ല, പലർക്കും പല ഇതിലായിരിക്കും അവരെ പ്രഗ്നൻസി അവർ കടന്നു പോയിട്ടുണ്ടാകുക. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ പിന്നെന്തായിരുന്നു, പിന്നെ ഞാൻ നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ പ്രഗ്നൻസിയിലുള്ളൊരു ഫുഡ് റൂട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ എന്താ പറയുക കഴിച്ചു തുടങ്ങിയത്. അതായത് എനിക്ക് ആരും നിർബന്ധിച്ചാലും നീ രണ്ടാക്കുള്ള ഭക്ഷണം കഴിക്ക്, നീ രണ്ടാക്കുള്ള ഭക്ഷണം കഴിക്ക്, കുറവാണ് കഴിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ അതൊന്നും ഞാൻ മൈൻഡിൽ എടുക്കലേ ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വേണ്ടത് മാത്രമേ ഞാൻ കഴിക്കലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം രണ്ടാക്കുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെതും തിന്നണം, ഇനി കുട്ടിക്കുള്ളതും കൂടി തിന്നണം, അങ്ങനെ ചോദിച്ചിട്ട് ഞാൻ തിന്നിട്ടേ ഇല്ല. ഇപ്പം ഞാൻ റിക്കോർഡിന് ഫുഡ് കൊടുക്കുന്നവരായാലും അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ നിർബന്ധിച്ച് ഉന്തിയിട്ട് അങ്ങനെയൊന്നും ഞാൻ കൊടുത്തിട്ടേ ഇല്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ എല്ലാ ഫുഡിനോടും അങ്ങനെ വെറുപ്പൊന്നുമില്ല. ചിലപ്പോൾ എന്ത് കൊടുത്താലും തിന്നും, ചിലപ്പോൾ ഒന്നും വേണ്ട. എന്നാലും അങ്ങനെ നിർബന്ധിച്ച് ഉന്തി വായിൽ വെച്ച് കൊടുത്ത് നീ അങ്ങനത്തെ ആ ഒരു ഇത് എനിക്കില്ല. ചിലപ്പോൾ സമയത്ത് മതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ, നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ അവരെ വയറ് നിറഞ്ഞു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സമയമാകുമ്പോൾ ഞാൻ നിർത്തും. ഇനി അത് കഴിഞ്ഞിട്ടോ വിശക്കുമെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും എടുത്ത് കൊടുക്കും, അങ്ങനെയാണ്. ഓക്കെ, പറഞ്ഞൊരു ടോപ്പിക് മാറ്റി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ നമ്മൾ അമ്മമാർ ഭക്ഷിക്കുന്ന ഭക്ഷണമാണല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് ഏകദേശം ഛർദിയെല്ലാം ലെവലാവുകയും കൂടി ചെയ്തത് കൊണ്ട് എല്ലാ സാധനങ്ങളും ഞാൻ കഴിച്ചു തുടങ്ങി. അപ്പം രാവിലെ ആകുമ്പോൾ നമുക്ക് എന്താണോ വീട്ടിലുണ്ടാക്കുന്ന ചായക്കടികൾ, അതിപ്പം ചപ്പാത്തിയായോ അല്ലാന്നെങ്കിൽ പുട്ടാണോ കടലയാണോ കറി എന്താണോ നമ്മൾ നോർമൽ രാവിലെ ഉണ്ടാക്കുന്നത് അത് ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇളനീര് എനിക്കിഷ്ടമായിരുന്നു, അത് കുടിക്കലുണ്ടായിരുന്നു. പിന്നെന്താ, പിന്നെ ഉച്ചക്കത്തെ ഫുഡിൽ എനിക്ക് നമ്മൾ ചോറും കറിയിലെല്ലാം എനിക്ക് പുളി ഇഷ്ടമായിരുന്നു ആ സമയത്ത്. അപ്പം ഒന്നിക്കൽ തൈര്, ഞാൻ പറഞ്ഞില്ല എനിക്ക് സാധാ വെള്ളം കുടിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് എന്തായാലും നാരങ്ങ വെള്ളം കുടിക്കാൻ പറ്റില്ല. അതിന് പകരം ഞാൻ കണ്ടെത്തിയതാണ് വെള്ളെത്തണമല്ലോ, അതുകൊണ്ട് ഞാൻ കക്കിരിക്കയും ക്യാരറ്റും ഇതെനിക്ക് മസ്റ്റായിരുന്നു ചോറിൻ്റെ ഒന്നിച്ചിട്ട്. ഉച്ചക്ക് എല്ലാ ദിവസവും ഉച്ചക്കും രാത്രിയും ചോറിൻ്റെ ഒന്നിച്ചിട്ട് കക്കിരിക്കയും ക്യാരറ്റും സാലഡ് പോലെ മുറിച്ചിട്ടിട്ട് ഞാൻ ചോറിൻ്റെ ഒന്നിച്ചിട്ട് കഴിക്കലുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെള്ളം കിട്ടാൻ വേണ്ടി ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത് മോരാണ് കേട്ടോ. നല്ലതുപോലെ മോരടിച്ചിട്ട് അത് ഒരു ഗ്ലാസ്സോളം അങ്ങനെ ഞാൻ കുടിക്കലുണ്ടായിരുന്നു വെള്ളത്തിന് പകരം. ഞാൻ ഗുളിക കുടിക്കുമ്പോൾ മാത്രമാണ് വെള്ളം കുടിച്ചിരുന്നത്. അല്ലാണ്ട് ഇങ്ങനെ എന്താ ചില സമയങ്ങളിൽ മാത്രം കുടിക്കും, അല്ലാണ്ട് എനിക്ക് വെള്ളം തീരെ കുടിക്കാൻ പറ്റലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം മോരും കക്കിരിക്കയും ക്യാരറ്റ് ഇതെനിക്ക് ചോറിന് നിർബന്ധമായിരുന്നു, വൈകുന്നേരം ഉച്ചക്കായാലും രാത്രിക്കായാലും കേട്ടോ. അപ്പോൾ അത് കഴിക്കുന്നത്. പിന്നെ എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും പറയുന്നൊരു കാര്യമായിരുന്നു മീൻ കൂട്ടാൻ പറ്റുന്നില്ല പ്രഗ്നൻസി ടൈമിൽ എന്നുള്ളത്. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ആ സമയത്ത് മീൻ നല്ലപോലെ കൂട്ടാൻ പറ്റിയിട്ടുണ്ട്.
എല്ലാ മീനും നല്ലപോലെ ഞാൻ കൂട്ടലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചീര വറവ്, നല്ല ചുവന്ന ചീര വറവ്, പച്ചച്ചീര വറവ്. ഈ പച്ച ഇലകൾ പൊതുവേ കഴിക്കണം, എനിക്ക് അങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടമാണ്. പക്ഷേങ്കിൽ എനിക്കതൊന്നും പണ്ട് മുതലേ വയറ്റ് പിടിക്കലില്ല. അതായത് നമ്മളിപ്പം ഈ സിലോൺ ചീരേൻ്റെ അല്ല അതെല്ലാം ആയിക്കഴിഞ്ഞാലും കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിന്ന് ദഹിക്കാണ്ട് അതുപോലെ പുറത്തേക്ക് പോകും. അപ്പം ഭയങ്കര വയറുവേദനയിലായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ആ സാധനം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പകരം നമ്മളെ പച്ചച്ചീരയും ചുവന്ന ചീരയും ഞാൻ നമ്മളെ വറവാക്കിയിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ കുറേ. അതുപോലെ നമ്മളെ ബീട്രൂട്ട് വറവ്, അതെല്ലാം എനിക്ക് നല്ലപോലെ ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ മീൻ, അതെനിക്ക് എന്താണെന്നറിയാം, എന്തോ ഭാഗ്യത്തിന് ഇഷ്ടംപോലെ മീൻ ഞാൻ കഴിച്ചിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ ഈ പറഞ്ഞ പോലെ തൈരും മോരും കേട്ടോ. നമ്മളിപ്പം പ്രഗ്നൻ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അളവ് കൂട്ടിയിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്താ പറയുക, ഒരു 7 മാസം വരെ സാധാരണ നമ്മൾ 7 മാസം വരെ അല്ല, 4 മാസത്തിന് ശേഷം എന്താ പറയുക 5 മാസം കഴിയുമ്പോൾ ആ ഒരു ടൈം ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ എനിക്ക് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഇതുപോലെ പറഞ്ഞ പോലെ ചോറിൻ്റെ അളവ് കൂട്ടിയിട്ട് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലപോലെ കഴിക്കുകയായിരുന്നു. ചോറും മീൻ അങ്ങനത്തെ എല്ലാം നല്ലപോലെ കഴിക്കുമായിരുന്നു. പിന്നെ വൈകുന്നേരത്തേക്ക് നമുക്ക് സ്നാക്കായിട്ട് ഇങ്ങനെ എന്താ പറയണ്ടേ, അമ്മ അധികം വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയം അതുപോലെ നമ്മളെ നേന്ത്രപ്പഴം കഴിക്കുമായിരുന്നു. അതായത് രാവിലത്തെ ചായക്കടിയിലും കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് സമയം നമ്മളെ ഈ അയണില്ലേ, അതൊക്കെ കുടിച്ച് അയൺ തന്നെയല്ലേ, അയണില്ലെന്ന് തോന്നുന്നു, അത് കഴിച്ചതിന് ശേഷം ഞാൻ അപ്പം തന്നെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ പഴം കഴിക്കും. പഴം നെയ്യിൽ വാട്ടിയിട്ട് കഴിക്കലുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ടിട്ടായാലും അല്ലെങ്കിൽ ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ടായാലും അത് അമ്മ എപ്പോൾ എന്നെ ആക്കി തരുന്ന ഒരു സാധനമാണ്. അത് തിന്ന് മടുപ്പ് ഇരുന്ന് ചോദിച്ചാൽ മടുപ്പൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. അപ്പം ഞാനങ്ങനെ തിന്നുന്ന അന്നേരം ഇതിനാണ് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കലുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നേന്ത്രപ്പഴം കഴിക്കുകയാണ്. പിന്നെ അന്ന് ഉച്ചക്കത്തെ മീൽസിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ വൈകുന്നേരം ഇപ്പം പറഞ്ഞ പോലെ തന്നെ അമ്മ എന്തെങ്കിലും കടികൾ ഉണ്ടാക്കുക. അതായത് നമ്മൾ ഈ പക്കോടകൾ ഒന്നിക്കൽ നമ്മളെ കോളിഫ്ലവറിനെ കൊണ്ട്, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിനെ കൊണ്ട്, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ കുട്ടിക്ക് വെയിറ്റ് വെക്കാൻ നമുക്ക് ഏറ്റവും നല്ല സാധനമാണ് നമ്മളെ അവിൽ എന്ന് പറഞ്ഞത്. അവിൽ നനച്ചത്, അത് സാധാരണ നനച്ചതായിരിക്കട്ടോ, അല്ലെങ്കിൽ അതിൽ പഴം ഇട്ടിട്ട് അതെല്ലാം മറ്റേ നമ്മുടെ അവിൽ, അത് ഞാൻ നല്ലോണം കഴിക്കലുണ്ടായിരുന്നു വൈകുന്നേരം. പിന്നെ ആ സമയത്ത് ചിക്കനൊന്നും എനിക്കങ്ങനെ വലിയ വേണ്ടായിരുന്നു, എന്നാലും എനിക്ക് കഴിക്കാൻ പറ്റാറുണ്ടായിരുന്നു. ചില സമയത്ത് ഇതുപോലെ ബിരിയാണി വെച്ചിട്ടായാലും, ബിരിയാണിനേക്കാളും കൂടുതൽ എനിക്കൊന്ന് ആ സമയത്ത് എനിക്കിഷ്ടം നല്ല ചിക്കൻ കറി വെച്ചിട്ട് നെയ്ച്ചോറിൻ്റെ കൂടെ തിന്നാനാണ്. അങ്ങനെ കഴിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ബിരിയാണി കഴിക്കണം തോന്നിയ സമയത്തായിരുന്നു ഏട്ടൻ്റെ നാട്ടിൽ ആരെയോ വീട്ടിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബിരിയാണി കൊണ്ടുപോയിട്ട് ഞാനത് തിന്നതും നല്ല ആശിച്ച് തിന്നതായിരുന്നു. പക്ഷെ ഛർദ്ദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞ 4 മാസം വരെയായിരുന്നു നല്ലതുപോലെ ഛർദി ഉണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ വല്ലപ്പോഴെല്ലാം ഛർദ്ദിച്ചാലേ, അപ്പം ആ ഒരു സമയത്ത് എനിക്കൊന്ന് 8 മാസത്തിലാണെന്ന് തോന്നുന്നു എനിക്കൊരു തല ചുറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രഗ്നൻറ്റ് ലേഡീസ് തല ചുറ്റുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ എന്താ പറയുക, നമ്മളെ ഇതില്ലേ ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ തലചുറ്റലിൻ്റെ ഒന്നിച്ചിട്ട് നമുക്ക് ഈ പ്രഗ്നൻറ്റ് ലേഡീസിന് പൊതുവേ ഉണ്ടാവുന്നതാണ് ഈ അപസ്മാരം പോലെ നമുക്ക് വരും. അത് ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്. അപ്പം പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പം അങ്ങനെ പോയ സമയത്ത് ഡോക്ടർ പ്രോട്ടീൻ പൗഡർ എനിക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ആ ഒരു സമയത്തൊക്കെ പിന്നെ എനിക്ക് നല്ല വിശപ്പായിരുന്നു. അതായത് രാവിലെ റിക്കു എൻ്റെ വയറ്റിൽ നിന്ന് ഇവനൊരു രാവിലെ 4 ഇവിടുത്തെ നമ്മളെ മുത്തപ്പൻ്റെ കാവിൽ പാട്ട് വെക്കും കേട്ടോ. അന്നേരം ആ സമയത്തൊക്കെയാണ് റിക്കു വയറ്റിൽ നിന്ന് തന്നെ ചവിട്ടൽ ധരിക്കും. ചവിട്ടലും ഉരുണ്ട് കളിക്കലും അങ്ങനത്തെ ഒരു കളിയായിരുന്നു റിക്കുവിന്. അപ്പം കറക്റ്റ് ആ ഒരു 5 മണി 4 ആകുമ്പോൾ എന്നും എനിക്ക് എണീക്കണം. എഴുന്നേറ്റിട്ട് ഒന്നിക്കൽ ചായയോ അല്ലെങ്കിൽ പാലോ കുടിച്ചിട്ട് അതിൻ്റെ ഒന്നിച്ചിട്ട് ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും ചെറുത് കഴിക്കാണ്ട് എനിക്ക് കിടക്കാൻ പറ്റൂലായിരുന്നു. കാരണം റിക്കു അങ്ങനെയായിരുന്നു. പിന്നെ ഇങ്ങനെ ആ ഒരു സമയമാകുമ്പോൾ എപ്പം പുലർച്ചെ ആ ഒരു സമയമാകുമ്പം എല്ലാ സമയത്തും റിക്കു എണീക്കും. അപ്പം അന്നെല്ലാം ഞാൻ ആ സമയത്ത് എണീക്കുന്ന നേരം നിന്ന് തന്നെ മെസ്സേജ് അയക്കും, നിങ്ങളെ കുട്ടി എണീച്ചിട്ടുണ്ട് കേട്ടോ. ഇവൻ എന്നെ ഉറങ്ങാൻ വിടും തോന്നില്ല എന്നാണ് പറ്റുക. അപ്പോൾ ചില സമയത്ത് ആ സമയം അവിടെ 2 മണിക്കൂർ പുറകിലാണല്ലോ. അപ്പോൾ നിന്നിട്ടും ചിലപ്പോൾ ആ സമയത്ത് ഓൺലൈനിലെല്ലാം ഉണ്ടാകും, വേണമെങ്കിൽ ഞാനും ഉറങ്ങിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ചായ ഇതെല്ലാം എന്ന് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ രാവിലെ അന്ന് ഒരു 7 മണിക്കെങ്ങാനാണ് ഇതുപോലെ രാവിലെ എണീച്ചിട്ട് ഞാൻ പിന്നെ ചായയും എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ പിന്നെയും കിടക്കും. എന്നിട്ടൊരു 8 മണി 8:30 എല്ലാം ആകുമ്പോൾ ഞാൻ പിന്നെയും എണീച്ചിട്ട് സാധാരണ നോർമൽ ചായക്കടി തിന്നും. അങ്ങനെയായിരുന്നു പിന്നെ എൻ്റെ റൂട്ടീന് വന്നുകൊണ്ടിരുന്നത്.
പക്ഷേങ്കിൽ അന്ന് ഞാൻ ഡോക്ടറെ അടുത്ത് പോയ സമയത്തായിരുന്നു ഡോക്ടറോട് ചോദിച്ചത്, എല്ലാം മോളെ നീ എന്തിനാ ഇത്ര രാവിലെ എണീക്കുന്നതെന്ന്. കാരണം ആ സമയത്തായിരുന്നു എനിക്ക് തലയിട്ടിട്ടുണ്ടായിരുന്നത്. അന്നേരമാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞത് ഇങ്ങനെ ഇവനിപ്പോൾ ഇങ്ങനെ തന്നെയല്ല. അന്നേരം പിന്നെ ഇവനാണെന്നറിയില്ല. വാവ എപ്പോൾ ഇങ്ങനെ 5 മണിയാകുമ്പോൾ ഇങ്ങനെ ഇതാകും, അപ്പം എന്തെങ്കിലും കഴിച്ച് കിടന്നാലേ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റും, അതുകൊണ്ടാണെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്നേ ഡോക്ടറിനോട് പറയും, ഓ ഇതാൾ കൊള്ളാലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ പിന്നെ ഡോക്ടർ പ്രോട്ടീൻ പൗഡർ തന്നതിന് ശേഷം ഇവൻ പിന്നെ അതിന് ശേഷമുള്ള 5 മണികളെന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടീൻ പൗഡർ കലക്കിയിട്ട് പാലിൽ കലക്കിയിട്ട് കുടിക്കുമായിരുന്നു. അങ്ങനെ അത് കുടിച്ച് അതിന് വെച്ചിട്ട് എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒന്ന് കഴിച്ച് എന്നിട്ട് ഞാൻ പിന്നെയും കിടക്കും. എന്നിട്ട് പിന്നെ എണീച്ചിട്ടാണ് നമ്മൾ എന്താ പറയണ്ടേ സാധാ ചായക്ക് കടിയും എല്ലാം കഴിക്കലുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ആ സമയത്ത് അധികം ചായ ഇതൊന്നും ഞാൻ അന്നേരം കുടിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ രാവിലെ എണീച്ചാൽ എനിക്ക് കുടിക്കണം എന്നുള്ളത് എന്തോ ഒരു നിർബന്ധമുണ്ട്. അങ്ങനെയാണെന്ന് തോന്നുന്നു ഞാനിപ്പോഴും രാവിലെ ചായ കുടിക്കൽ ശീലമാക്കിയത്. അല്ലെങ്കിൽ ഞാൻ ചായ അങ്ങനെ കുടിക്കാത്ത ഒരാളാണ്. ഓക്കെ, പിന്നെ ആ സമയത്ത് ഞാൻ കോഫി തീരെ കുടിക്കലുണ്ടായിരുന്നില്ല കേട്ടോ. അത് എന്തോ നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അത് കുടിക്കലുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന കാര്യമായിരുന്നു എരിവ് ഒഴിവാക്കണം എന്നുള്ളത്. പക്ഷെ ഞാനങ്ങനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. എനിക്ക് എല്ലാ കറിക്കെല്ലാം അത്യാവശ്യം ഒരു മിതമായ എരിവ് ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ രാത്രിക്കാണെങ്കിൽ നമ്മളെ നോർമൽ ഭക്ഷണം. പക്ഷേ നമുക്കൊരു 8 മാസത്തിന് ശേഷം ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് കഴിക്കാനൊന്നും പറ്റൂല. നമ്മൾ വിചാരിക്കും കഴിക്കണം എന്ന് വിചാരിക്കും, പക്ഷേങ്കിൽ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. കാരണം വയറ് മുഴുവൻ ഇങ്ങനെ വാവ ഒരു പൂർണ്ണ വളർച്ചയെത്തിക്കുകയാണല്ലോ. അപ്പം നമുക്ക് ഈ ശ്വാസം മുട്ടുള്ളതെല്ലാം ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുമൊന്നുമില്ല. എനിക്കിപ്പോൾ ഓർമ്മ ഞാൻ ഇതിനോണ്ട് ഇങ്ങനെ പണ്ടത്തെ പോലെ തിന്നാൻ പറ്റുന്നില്ല വിഷമം പറയലായിരുന്നു. അപ്പം പിന്നെ അന്ന് എനിക്ക് എന്തോ ഒരു ഫോട്ടോയിൽ ഇങ്ങനെ അയച്ചത്, നമ്മൾ കുട്ടി വയറ്റിൽ കിടക്കാൻ നമ്മൾ അവയവങ്ങളെല്ലാം ഇങ്ങനെ ചുരുങ്ങിയിട്ടുള്ള, എന്നിട്ട് തന്നെ ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും കഴിക്കാൻ പറ്റാത്ത സാരമില്ല എന്നല്ല. പിന്നെ നമുക്ക് ആ സമയത്ത് നമ്മുടെ ശരത്തേട്ടൻ എനിക്കൊരു ആപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹീലോഫി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ നമുക്ക് നമ്മളെ ഈ പീരീഡ്സിൻ്റെ ഡേറ്റും അങ്ങനെയെല്ലാം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഏത് മാസം കുട്ടി എത്ര വളർച്ച എത്തി അങ്ങനെയൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. എന്ത് ഫുഡാണ് നമ്മൾ ആ സമയത്ത് കഴിക്കേണ്ടത് അങ്ങനെയെല്ലാം ഇതിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ അതിലും പലരും അതിൽ നമുക്ക് കമൻ്റ് ഇടാനും അങ്ങനെയെല്ലാം പറ്റും. അപ്പോൾ അതിലും പലരുടെയും അഭിപ്രായങ്ങൾ ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ സെയിം അവസ്ഥയിൽ കൂടിയുള്ളവർ. അപ്പോൾ പിന്നെ നമുക്കതൊരാശ്വാസമായിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു പ്രഗ്നൻസിയിലെ ഫുഡ് കഴിക്കൽ എന്ന് പറഞ്ഞത്. അപ്പം വെറുതെ ചുമ്മാ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുത്ത് വെക്കാമെന്ന്. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്യാം. അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.